തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗജരാജൻ പുത്തൻകുളം അർജുനൻ ചരിഞ്ഞു. ഈ ഗജരാജന്റെ വിയോഗം പ്രദേശവാസികളെയും ആനപ്രേമികളെയും ദുഃഖത്തിലാഴ്ത്തി. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗജവീരനായിരുന്നു 10 അടിയോളം പൊക്കമുള്ള പുത്തൻകുളം അർജുനൻ. ഉത്സവ പറമ്പുകളിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഗജരാജനായിരുന്നു ഈ ആന. എല്ലാ ഉത്സവ പറമ്പിലെയും തീരാദുഃഖമാണ് ഈ ഗജരാജന്റെ വേർപാട്. കൊല്ലം പൂരത്തിന് മുഖ്യ പങ്ക് വഹിച്ചിരുന്നു ഈ ഗജരാജൻ. പൂരത്തിന് പുതിയകാവ് ഭഗവതിയുടെ തിടമ്പേറ്റി ഒരു മുഖ്യ അവതാരകനായി പൂരത്തിന് തെക്ക് ഭാഗത്ത് നിന്ന് ആ ഗജരാജനെ നമുക്ക് ഇനി കാണാനാകില്ല. കഴിഞ്ഞ 5 വർഷത്തിനു മുമ്പ് ബീഹാറിൽ നിന്ന് കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ ഏകദേശം 9 അടി പൊക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് അത് 1 അടിയോളം വളർന്ന് അതിന്റെ ആകാരപുഷ്ടി വളരുകയും ചെയ്തു. കേരളത്തിലെ ആനപ്രേമികൾക്ക് ഒരു തീരാദുഃഖമായി മാറുകയാണ് ഈ കരിവീരന്റെ വേർപാട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ആനയെ പരിചരിച്ചിരുന്നത് പാപ്പാൻ കിളികൊല്ലൂർ സ്വദേശിയായ മണിയനാണ്. തീറ്റി നിന്നുകൊണ്ടിരിക്കുക. പിന്നെ മലയുള്ള വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കൊടുത്ത് അതൊക്കെ തിന്ന് കയറുന്നതിന് ശേഷമാണ് പോകുന്നത്. എന്നും അങ്ങനെ പോകുന്നത്. പിന്നെ ഒന്നുമില്ലായിരുന്നു. ഞാനിപ്പോൾ 5 കൊല്ലം കൊണ്ട് ഞാനാണ് കയറുന്നത്. ഇതാരും കുഴപ്പമൊന്നുമില്ല. വേറെ ഒന്നുമില്ല. മതപ്പാടി ഇരിക്കുമായിരുന്നു. കഴിഞ്ഞ 2 മാസത്തിനു മുമ്പ് നാവായിക്കുളം ശ്രീ ശങ്കരസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിനായി പുത്തൻകുളത്ത് നിന്ന് പടിയിറങ്ങിയ ഈ ഗജവീരൻ തിരിച്ച് ആ തറവാട്ടിലേക്ക് കയറാൻ യോഗം കിട്ടിയില്ല. ഇവിടെ നാവായിക്കുളത്ത് അമ്പലത്തിൽ 3ാം ഉത്സവത്തിന് വന്നതാണ്. അത് ഇവിടെ വന്നതിന് ശേഷം ഒരു ഇത്തിരി പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കി കിട്ടിയേക്കും. അല്ല, അങ്ങനെയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും നമ്മളിന്ന് രാവിലെ അറിഞ്ഞ് വന്ന് കാണാൻ വന്നത്. യാതൊരുവിധ ശല്യമില്ലാത്ത സൗമ്യ സ്വഭാവക്കാരനായ ഈ ആനയെ ആന ഉടമയ്ക്കും ആനപ്രേമികൾക്കും വളരെയേറെ ഇഷ്ടമാണ്. ആനയുടെ മരണകാരണം ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൂടുതൽ വിശദമായ പഠനത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനിലൂടെ മാത്രമേ കൃത്യമായ മരണകാരണം അറിയാൻ സാധിക്കുകയുള്ളൂ. ആന്ത്രാക്സ് അല്ല എന്നുള്ളത് ലബോറട്ടറി റിപ്പോർട്ട് വഴി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലത്തെ ഒട്ടുമിക്ക എല്ലാ ഉത്സവ പറമ്പുകളിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതനായ ഈ ഗജരാജനെ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. ഫോറസ്റ്റുകാരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ ഗജവീരന്റെ ശവസംസ്കാരം പുത്തൻകുളത്ത് വെച്ച് നടത്താൻ കഴിയില്ല. മരണം സംഭവിച്ചത് തിരുവനന്തപുരം ജില്ലയിലായതിനാൽ തിരുവനന്തപുരം റേഞ്ച് ഓഫീസിലെ പേപ്പർ വർക്ക് കഴിഞ്ഞ് അഞ്ചലിൽ കൊണ്ടുപോയ ശേഷം അഞ്ചൽ ഫോറസ്റ്റ് ഏരിയയിലെ ഏരൂർ വനമേഖലയിലായിരിക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശവസംസ്കാരം നടത്തുന്നത്. തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ആനയാണ് പുത്തൻകുളം അർജുനൻ. കൊല്ലത്തെ ഉത്സവ പറമ്പിന് തീരാ ദുഃഖം തന്നെയാണ്. നാവായിക്കുളം ആന ചരിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത് നിന്നും കൊല്ലം ന്യൂസിനു വേണ്ടി രാഘം രാധാകൃഷ്ണൻ.